Hi, welcome to our YouTube channel Vibe with Peelies. 3, 2, 1. ഹായ്, എല്ലാവർക്കും സുഖമാണോ? എത്രയോ ആയി, കുറേ ആയി ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. അതുകൊണ്ട് ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന് വെച്ചു. ഞാൻ എങ്ങനെയാണ് വെള്ളരി മാങ്ങ വെച്ചിട്ടുള്ള മോര് കറി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നാലോ? ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ അവിടുന്ന് ആൻറ്റി അവിടുത്തെ സ്റ്റൈലിലല്ലേ ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് വീട്ടിൽ നിന്ന് അമ്മയുടെ നിന്ന് മിസ് ചെയ്യുന്നതായിരുന്നു വെള്ളരി, ചക്കക്കുരു, മാങ്ങ ഇട്ടിട്ടൊക്കെ ഉള്ള നമ്മളെ മോര് കറി. അത് ഇപ്പോഴും അതൊരു എപ്പോൾ കിട്ടിയാലും കഴിക്കുന്നുള്ളൊരിതാണ്. കുറച്ചൊക്കെ പുള്ളിയൊക്കെ ഉള്ള മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ മാങ്ങ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയ പുളിപ്പൊന്നുമില്ല, എന്നാലും കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ മാങ്ങ നല്ല രീതിയിൽ അതിൻ്റെ തോലൊക്കെ ചെത്തിയെടുത്തതിന് ശേഷം ഞാനത് വെള്ളരിയുമായിട്ട് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ടാണ് മുറിച്ചിടുന്നത്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ തക്കാളിയും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു കുക്കറിലിട്ട് അധികം വലിയ വിസിൽ 3-4 വിസിലിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു 2 വിസിൽ മാത്രം മതിയാവും. ഇവിടെ പുളിപ്പുള്ള തൈര് കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് പിന്നെ എനിക്കില്ലേ നമ്മൾ നല്ല റെഡ് കളറായിട്ടുള്ള മോര് കറി ഇഷ്ടമല്ല. അത് ഒരു യെല്ലോ കളറായിട്ടുള്ള ഇതാണ്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കൊണ്ടുവരിക നല്ല യെല്ലോ കളറായിട്ടൊക്കെ. അവർ അതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പച്ചമുളകായിരിക്കും. ഞാൻ ഇത് മുറിക്കുന്നത് കണ്ടിട്ട് നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്, രാവിലത്തെ തിരക്കിൻ്റെ ഇടയിലാണ്. പിന്നെ അതെന്തായാലും കുക്കറിലിട്ടാൽ വിസിൽ വന്നാൽ അത് നല്ല രീതിയിലൊന്നും ഉടയുമല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ മുറിച്ചാലും പ്രോബ്ലം ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തിടുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഇത് വിസിൽ വരാൻ വേണ്ടി വെക്കുന്നത്. അങ്ങനെ വിസിലൊക്കെ വന്നതിന് ശേഷം ഞാനത് വന്നിട്ടുണ്ടോ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇനി തേങ്ങ അരച്ചൊഴിക്കണം. അതിൽ ഞാൻ മോരും ഇത് തേങ്ങയും കൂടി അരച്ചെടുത്തതാണ്. അത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ എൻ്റെ അടുത്ത് വിട്ടുപോയി. വേറൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല, വെറും മോര് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിനി അധികം തിളച്ച് വരേണ്ടത് ആവശ്യമില്ല. അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അത് പിരിഞ്ഞു പോകും, കാരണം നമ്മൾ അതിൽ മോര് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒന്ന് ചൂടായാൽ മതി. അതാണ് ഈ ഇളക്കി കൊടുക്കുന്നത്. നല്ലോണം തിളച്ച് പോയാൽ അത് പിരിഞ്ഞ് വെള്ളം വേറെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വറവിടാണ് വേണ്ടത്. ഈ വറവിലേക്ക് ഞാൻ കടുകും ഉലുവയും വറ്റൽമുളകും കൂടിയാണ് വറവിടുന്നത്. പിന്നെ ഞാൻ കുക്കറിൽ കറിവേപ്പില വിസിൽ വരുന്ന ടൈമിൽ ഇടാറില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കറിവേപ്പില ഇടാറുള്ളത്. ഒന്നുകൂടെ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് അതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് ഒന്ന് തിളച്ച് വരുന്നത് വരെ മാത്രം കാത്തു നിന്നാൽ മതി. പിന്നെ നമുക്ക് വറവിടാം. ഇനി അങ്ങോട്ട് ചക്കയുടെയും മാങ്ങയുടെയും കാലമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനി വെള്ളരിയും മാങ്ങയും ചക്കക്കുരുവും കൂടെ വെക്കാം. പിന്നെ മുരിങ്ങാക്കായി ചക്കക്കുരു മാങ്ങയും കൂടെ ഇട്ട് വെക്കാം. അങ്ങനെ പലതരത്തിലാക്കിയിട്ട് ഇത് വെക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് വെച്ച് കഴിഞ്ഞ് നാളെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഇത് ചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ എന്നാലും ഇത് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വറവ് കൂടെ കഴിച്ചിട്ട് ഇതെടുക്കാം.
വറവ് കഴിക്കുന്നതിൻ്റെ കൂടെ നമുക്കിപ്പോൾ മീൻ കറിയിലായാലും മോര് കറിയിലായാലും കുറച്ചൊരു നിറം വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഈ വറവ് ഓഫാക്കിയതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ പൊങ്ങി നിൽക്കും ഓയിലിൻ്റെ ഇതിൽ. അപ്പോൾ അതും വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. കറിക്കും വേറെ തന്നെ കാണാനൊരു ലുക്ക് വേറെ തന്നെ ഉണ്ടാവും. മീൻകറിയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണാം. ഞാൻ പിന്നെ ഇപ്പോൾ വറവിടുന്നത് കൊണ്ട് ഇവിടെ കാശ്മീരി ചില്ലിയും മറ്റേ സാധാരണ മുളക് പൊടിയും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ്ട് വലിയ എരിവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ അതിലിട്ടതാണ്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.